അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള ഗോരഖ്പൂരിൽ എത്തിയിരിക്കുകയാണ്. ഗോരഖ്പൂർ അല്ല, പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഖലീലാബാദ് എന്നുള്ള സ്ഥലമാണ്. അതായത് ഗോരഖ്പൂരിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. ഫൈസാബാദിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് ഡൽഹിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് നമ്മൾ നേപ്പാളിൻ്റെ ബോർഡറായിട്ടുള്ള, നേപ്പാളിനെയും ബീഹാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോർഡറായിട്ടുള്ള റക്സോളിലേക്ക് എത്തുന്നത്. ഇന്നലെ രാവിലെ 9:30 മണിയോടുകൂടി. അപ്പോൾ നമുക്ക് അവിടുന്ന് നേരിട്ട് 8:30 മണിക്ക് ഡൽഹിയിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. 9:30 മണിയോടുകൂടിയാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് സുഖലായി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ട്രെയിനിനാണ് പോയത്. ട്രെയിനിന് പോയതിനു ശേഷം നമ്മൾ അവിടുന്ന് പിന്നീട് നേരിട്ട് ഗോരഖ്പൂരിലേക്ക് 1 മണിക്ക് ശേഷമാണ് പിന്നീട് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രെയിനിന് നമ്മൾ വന്നിട്ട് 6:30 മണിക്ക് ഗോരഖ്പൂരിലെത്തി. 6:30 മണിക്ക് ഗോരഖ്പൂരിലെത്തിയതിന് ശേഷം അവിടുന്ന് ഖലീലാബാദിലേക്കുള്ള ബസ്സിനാണ് പിന്നീട് വന്നത്. 1 മണിക്കൂറിലധികം യാത്രയുണ്ട് അവിടുന്ന്, അതായത് 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നേരത്തെ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റൂം ബുക്ക് ചെയ്ത് ഒരു അബദ്ധമായി പോയി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് ബോധ്യപ്പെട്ടത്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ സമയം ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് വേറെ ഒരു റൂമിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. മാത്രമല്ല അത്യാവശ്യം നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. തലേന്ന് 12 മണിക്കൂർ യാത്ര ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പകല് നമ്മൾ ഈ പറഞ്ഞ ദൂരം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഹാറിൽ നിന്ന് ഉത്തർപ്രദേശിൽ എത്തുന്നത് വരെയുള്ള ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം കൊണ്ട് തന്നെ ഞാൻ പിന്നീട് വേറെ ഒരു റൂമിനെ കുറിച്ച് അന്വേഷിക്കാനോ മറ്റൊന്നും നമ്മൾ തയ്യാറായില്ല. നേരെ ഈ റൂം തന്നെ എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ 500 രൂപയാണ് നമുക്ക് റൂമിന് റെൻറ്റ് വന്നത്. റൂം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വലിയൊരു അബദ്ധമായിരുന്നു ആ റൂം എടുത്തത്. എന്തായാലും കാലൊടിഞ്ഞിട്ടുള്ള ടേബിളും വക്കൊടിഞ്ഞ മേശയും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൽ നമ്മൾ കമ്പ് കൊണ്ട് കുത്തിയാൽ മാത്രം ഓണാവുന്ന AC യും അതുപോലെ വർക്ക് ചെയ്യാത്ത TV യും ഇടിച്ചു കയറി വരുന്ന ജോലിക്കാരും, അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു അബദ്ധമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാലും നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഡൽഹിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെയോടുകൂടി അവിടെ എത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് 38ാമത്തെ ദിവസമാണ് യാത്രയുടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ യാത്രക്കിടയിലുള്ള കാഴ്ചകൾ അധികം ഇല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തിയതിൻ്റെ ഈ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്ന് മാത്രം. നമ്മളെന്തായാലും യാത്ര തുടരുകയാണ്. ചെറിയൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് നമ്മൾ ബോർഡർ കിടക്കുന്നതിൻ്റെ വിശേഷങ്ങളൊന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ബോർഡർ നമ്മൾ അങ്ങോട്ടേക്ക് നേപ്പാളിലേക്കാണെങ്കിലും ബംഗ്ലാദേശിൻ്റെ ബോർഡർ ആണെങ്കിലും ഇതുവരെ നമ്മൾ 4 ബോർഡറുകളാണ് കടന്നിട്ടുള്ളത്. അതായത് രാജ്യത്തിന് പുറത്തുള്ള ബോർഡറുകൾ. ഈ യാത്രയിൽ, നോർത്ത് ഈസ്റ്റിലെ ഈ യാത്രയിൽ നമ്മൾ 4 ബോർഡറുകളാണ് കടന്നത്. ഈ 4 ബോർഡറുകളും തന്നെ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കുകളൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട്, അതായത് ബംഗ്ലാദേശിലേക്ക് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് പ്രവേശിക്കുമ്പോഴും അവിടുന്ന് വരുമ്പോഴും നമുക്ക് വിസ പ്രൊസീജിയർ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ബാഗെല്ലാം സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നേപ്പാളിലേക്ക് കിടക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരന്, അതായത് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലക്ക് നമുക്ക് വിസയോ അല്ലെങ്കിൽ അതുപോലെ യാതൊരു കാര്യങ്ങളോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ ഇവിടുന്ന് സിലിഗുരിയിൽ പോകുമ്പോഴാണെങ്കിലും അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് ബീഹാറിൻ്റെ ബോർഡറിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും ഇതിലൊന്നും തന്നെ നമ്മൾ ബസ്സിൽ അവിടെ ആ ബോർഡറിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് 1-2 സെക്യൂരിറ്റി ഓഫീസേഴ്സ് വന്നിട്ട് നമ്മളെ ബാഗ്, എൻ്റെ ഒരു തവണ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ചോദിച്ചു ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അങ്ങോട്ട് പോകുമ്പോൾ അതുപോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് അവിടെ വരെ ബസ്സിന് പോകുന്നു, ബോർഡർ വരെ. അവിടുന്ന് ഒരു ഷെയർ ഓട്ടോ പിടിച്ചിട്ട് ടുക് ടുക് എന്ന് പറഞ്ഞുള്ള ഓട്ടോ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിഞ്ഞുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഒരു 10 രൂപയോ അല്ലെങ്കിൽ 15 രൂപയൊക്കെയാണ് ചാർജ് വരിക. ആ ചാർജ് എടുത്തിട്ട് ബോർഡർ ജസ്റ്റ് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്കിങ് ഒന്നുമില്ല. ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലുള്ള ചെക്കിംഗ് ആണ് ഉള്ളത്. നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന് പറയാനേ പറ്റില്ല. ആ തരത്തിലുള്ള ചെക്കിംഗ് മാത്രമേ അവിടെ ഉള്ളൂ.
നമ്മൾ ഖലീലാബാദിൽ നിന്ന് ഏതാണ്ട് ഉച്ചക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ലക്നൗവിലേക്ക് ഒരു വാന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് AC വാനാണ്. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലക്നൗവിലേക്ക് ഇറക്കിവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അതിനകത്ത് കയറി ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫുഡ് എന്തോ ഐറ്റംസ് ഇവിടെ ഉണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. आलमबाग नहर आलमबाग नहर आलमबाग 10 रुपए कानपुर कानपुर अकरकटी आइए आलमबाग नहर रामनगर आइए. നമ്മൾ ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ആലംബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റേഷനിലാണ്. അതായത് ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ഡൽഹിയിലേക്കാണ് പോകുന്നത്. നമ്മൾ AC ബസ്സാണ്. ഇതിന് 1317 രൂപയാണ് ഇവിടുന്ന് ഡൽഹിയിലേക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 300 രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് 300 രൂപയോളം ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇനി ഇവിടുന്ന് 1317 രൂപയാണ് ഇവിടുന്ന് ചാർജ്. അപ്പോൾ ഇനിയുള്ള നാളെ രാവിലെ ആയിരിക്കും, ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായി. നാളെ രാവിലെ ആയിരിക്കും നമ്മൾ അവിടെ എത്തുന്നത്, ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ ഡൽഹിയിലെ കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബസ് പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനി നേരെ ഡൽഹിയിലേക്ക്. अगला स्टेशन निर्माण बिहार है. Next station is निर्माण बिहार. Station. ബീഹാർ ബോർഡർ ആയിട്ടുള്ള റെക്സോളിൽ നിന്നും ഡൽഹിയിൽ എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതായത് ഡൽഹിയിൽ എത്തിയതിനു ശേഷമുള്ള കാഴ്ചകളാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് റിയാസ് ആമി അബ്ദുള്ള സൈനിങ് ഓഫ്.